സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കാസർഗോഡ് ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന, കാസർഗോഡും ഇൻസ്റ്റാഗ്രാമിലും ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ബീഫ് കീമ പൊറോട്ട ബുൾസൈ. ആ കീമ എങ്ങനെ നമ്മളെ വീട്ടിൽ സിമ്പിളായി ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വലിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 3 മീഡിയം സൈസ് ഉള്ളി അതിലേക്ക് ചേർക്കുക. ഏകദേശം ബ്രൗൺ നിറം ആകുമ്പോൾ, ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഉള്ളിനെ എണ്ണയിൽ വാട്ടാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറം ആയി വരുന്നു. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഇതിലേക്ക് ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർക്കുക. ആവശ്യത്തിനുള്ള പൊടിയുപ്പും ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ബീഫ് ചേർക്കുക. 3/4 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബീഫ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം. ബീഫ് ഇതിൽ തന്നെ, ഞാൻ കുക്കറിലല്ല വേവിച്ചിട്ടുള്ളത്, മസാലയിൽ തന്നെയാണ് ബീഫ് വേവാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് വേവാൻ വേണ്ടി മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവ് ബീഫായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് 100 ഗ്രാം ഗ്രീൻ പീസ്. ഞാൻ കുക്കറിൽ വേവിച്ച ഗ്രീൻ പീസാണ്. 100 ഗ്രാം ഗ്രീൻ പീസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ വേവാൻ വേണ്ടി വെക്കുക. നമ്മുടെ ബീഫ് കീമ ഇവിടെ
ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ കസ്തൂരി മേത്തി പിന്നെ മല്ലിച്ചപ്പ് എന്നിവ കൂടി ഇതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനത്തൊരു ഡെക്കറേഷൻ, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് നന്നായി ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ബീഫ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കേണ്ട സമയമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബിസ്മില്ലാ. ബിസ്മില്ലാഹി വ മാഷാഅല്ലാഹ്. ഇത് നമ്മളെ കാസർഗോഡ് ഇപ്പൊ ഏറ്റവും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കീമ, പൊറോട്ട, ബുൾസൈ, ഇല്ലെങ്കിൽ പൊറോട്ടക്ക് പകരം പാവ്. അപ്പൊ അത് എല്ലാവരും ഭയങ്കര പറയുന്നത്. അപ്പൊ ആ സാധനം ഒന്ന് ഞമ്മക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീട്ടിലൂടെ നോക്കിയത്. മാഷാഅല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. മാഷാഅല്ലാ മാഷാഅല്ലാ, സൂപ്പർ. അപ്പൊ നിങ്ങളും ഒരു ദിവസം ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.